അപ്പോഴേ നമ്മൾ രാവിലെ ഒന്ന് കോര ഇറങ്ങിയായിരുന്നു കേട്ടോ. കോര ഇറങ്ങിയെന്ന് വെച്ചാൽ രാവിലെ ഒരു 6:30 ആയപ്പോൾ ഒന്ന് കോര ഇറങ്ങി. 6:30 ആയപ്പോൾ നല്ല വെള്ളപ്പറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഇറങ്ങിയത്. ആ സമയത്ത് ഇറങ്ങിയപ്പോൾ നല്ല മഴയുമായിരുന്നു. മഴയായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ശ്രീമോൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ശ്രീമോൻ 2 ദിവസമായി അവരെ വീട്ടിൽ പോയിട്ട്. ശ്രീമോൻ ഉണ്ടായിരുന്നെങ്കിൽ വന്ന് കുടയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് വീഡിയോ എടുത്താനായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുട്ടനുണ്ട്. കുട്ടന് വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തണുപ്പിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. കോരാൻ ഇറങ്ങിയത് ഞാനും ചേട്ടനും കൂടെയാണ് ഇറങ്ങി കോരിയത്. നമ്മുടെ കുളത്തിലായതുകൊണ്ട് വലിയ വെള്ളവും ഇല്ല. പിന്നെ അധികം ഭയങ്കര മഴയാവുമെന്നെങ്കിൽ കയറി പോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും നമ്മൾ കോര ഇറങ്ങിയപ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടി. അതുകൊണ്ട് നമ്മൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കിടന്ന് ഒന്ന് കോരി കേട്ടോ. ഇടയ്ക്ക് മഴ നനഞ്ഞെങ്കിൽ തലയിൽ നനഞ്ഞിട്ടില്ലായിരുന്നു, ദേഹത്തൊക്കെ നനഞ്ഞിട്ടുണ്ട്. തലയിൽ നമ്മൾ തൊപ്പിയൊക്കെ വെച്ച് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് നമ്മൾ കോര ഇറങ്ങിയത്. കോര ഇറങ്ങി എന്തായാലും നമുക്ക് നല്ലൊരു കറിക്കുള്ളതല്ല മീനല്ല, കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുവരെ അങ്ങനെ മീൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കണ്ടത്തിലുള്ളത് നമ്മൾ തൂത്ത് വാരി പിടിച്ചെന്ന് വേണം പറയാൻ. കാരണം എന്ന് വെച്ചാൽ കണ്ടത്തിൽ കിടന്ന് ശരിക്കും കഴുന്ന പിടിക്കുന്നുണ്ട് മീൻ. വലിയ മീനൊക്കെ കഴുന്ന പിടിച്ചുകൊണ്ട് പോയതാണ്. ശരിക്കും മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഭാഗത്ത് വരെ വന്ന് വന്ന് കിടന്ന് മീൻ പിടിക്കുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ മീൻ പിടിച്ചതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടതാണ്. അപ്പം കുറച്ച് മീൻ വേണമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ നമ്മൾ പിടിച്ചതാണ് കേട്ടോ മീൻ. അപ്പം നമ്മളെ വിചാരിച്ചെന്നാൽ അവർക്ക് കുറച്ച് മീൻ കൊടുക്കാം. മീൻ പിടിച്ച് കൊടുത്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി പിടിച്ചത്. നല്ല വെള്ളപ്പറ്റായതുകൊണ്ടാണ് നമ്മൾ അത്രയും രാവിലെ ഇറങ്ങിയില്ലെങ്കിൽ അത്ര രാവിലെ ഒന്നും നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങത്തില്ല കേട്ടോ. എത്ര കറിക്കില്ലെന്ന് പറഞ്ഞാൽ അത്ര രാവിലെ ഒന്നും ഇറങ്ങത്തില്ല. അപ്പം നല്ല വെള്ളപ്പറ്റെന്ന് വെച്ചാൽ നമ്മൾ കണ്ടാൽ ആരായാലും ആ സമയത്ത് മീൻ പിടിക്കാൻ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മീൻ എടുക്കട്ടെ. നമ്മുടെ മീൻ ദാണ്ട് ഇവിടെ കൊട്ടേ കിടക്കുക. ഇപ്പം സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ആ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് രാത്രിയിലത്തേക്ക് ഇട്ടേക്കാൻ ഒക്കത്തില്ല, നാളെ കൊടുക്കാനാണ്. അപ്പോൾ നാളെ കൊടുക്കുമ്പോൾ ഈ കൊട്ടയിൽ ഇങ്ങനെ ഇട്ടുന്ന ചിലപ്പോൾ അത് ചത്തുപോകും. അല്ലാണ്ടെങ്കിൽ രാത്രിയിൽ ഈ കഴുന്നയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ കഴുന്നയുണ്ട്, പിന്നെ വലിയ പന്നിയലിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇറങ്ങി നമ്മുടെ മീനെ കടിച്ചു കൊന്നു കളയും. ചിലപ്പോൾ അത് പറക്കി തിന്നിട്ടും പോകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി. രാത്രിയിലല്ല, ഇപ്പോൾ അടുത്തൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പം കൊട്ടയ്ക്കകത്ത് ഇവിടെ തന്നെ ഇട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ മീനും എടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കാണാം. വീട്ടിൽ ചെന്ന് ഉണ്ടോ. ശ്രീമോൻ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ശ്രീമോൻ്റെ കണ്ണ് തള്ളി പോകും കേട്ടോ. ശ്രീമോനില്ലാതെ ഇത്രയും മീൻ കോരി പിടിച്ചെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് പോകാം വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മീനൊന്ന് തട്ടിയിടാം കേട്ടോ. തട്ടിയിടുമ്പോൾ ചിലപ്പോൾ ഇവിടെ ബോധക്ഷയം വരുന്ന ആൾ നിൽപ്പുണ്ട് കേട്ടോ. ആരാ? ശ്രീമോൻ കേട്ടോ. അവനില്ലാതെ എന്താ ഇങ്ങനെ മീൻ പിടിച്ചെന്നുള്ളത്. കാരണം അവന് മീൻ പിടിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ആയിട്ട് ഇനി നാളെ നേരം വെളുക്കുമ്പോൾ അവനെ മിക്കവാറും ബഹളമായിരിക്കും നമുക്ക് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൊട്ടയിൽ നിന്ന് തട്ടിയിടാം. ഇതാണ് മീൻ. അവിടെ കൊട്ടയിൽ കിടക്കുന്ന മീൻ കണ്ടോ. തട്ടട്ടെ ഞാൻ ഇതിലോട്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വേണം ഇത് റെഡിയാക്കാൻ. വലിയ കരിമീനൊക്കെ കേട്ടോ. ഏറ്റവും വലിയ കരിമീനൊക്കെ ഉണ്ടോ. ഇതുണ്ടോ, ഭയങ്കര കരിമീനാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഒരു സമയമാവും കേട്ടോ. ഇതുണ്ടോ, അതുപോലെയുള്ള വലിയ മീനൊക്കെ ഒരുപാടുണ്ട്. ഇത് 6 എണ്ണമൊക്കെ 1 കിലോ തൂങ്ങുന്ന മീനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൈപ്പത്തിയൊക്കായി ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതിലും വലിയ മീനൊക്കെ കിടപ്പുണ്ട് ഉണ്ടായിരുന്നു. എല്ലാം കഴുന്ന പിടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് ഏകദേശം ചിലരൊക്കെ ചത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് തന്നെ ഇത് വൃത്തിയാക്കി ഇടുന്നതിൻ്റെ കാര്യം അതാണ്. ഇട്ടിരുന്നാൽ ചിലപ്പം ചത്തു പോകും. നമുക്ക് കൂടയ്ക്കകത്ത് ഇട്ടിരുന്ന ഇത്രയും പേരെ കൂടെ ഒന്നിച്ച് തിങ്ങിക്കിടക്കുമ്പോഴേ ചിലപ്പം എല്ലാവരും കൂടെ കൊട്ടയ്ക്കകത്ത് ഒരഞ്ഞ് ചിലപ്പം ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ അതൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നാൽ കുഴപ്പമില്ല കേട്ടോ. ജീവനുള്ളതിനെ കുറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊട്ടയിലിട്ട് വെക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് എന്തായാലും കൊട്ടയിൽ വെച്ചതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഞാൻ. അപ്പോൾ ഇത്രയും സാധനമുണ്ട്. ഞാനിവിടെ ഇരുന്ന് എൻ്റെ സ്റ്റൂൾ അങ്ങ് പൊട്ടിപ്പോയി. ഇപ്പോൾ വേറെ ചെറിയ സ്റ്റൂളുണ്ട്. അപ്പോൾ എന്തേലും വെച്ചൊന്ന് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഫസ്റ്റ് വലിയ കരിമീൻ തന്നെ എടുക്കാം കേട്ടോ. ഭയങ്കര പാടായിരിക്കും ഇതിനെ വെട്ടി വൃത്തിയാക്കാനൊക്കെ. പക്ഷേ എങ്കിൽ തന്നെ
നമ്മളത് വൃത്തിയാക്കി വെട്ടിയെടുക്കാം. ആദ്യം അതിൻ്റെ പറക്കലൊക്കെ ഒരുവിധം എന്താ ശ്രീമോനെ ഒരുവിധം ചാവാറൊക്കെ ആയിരിക്കും കേട്ടോ. എന്താണെന്ന് പറഞ്ഞാലേ ഇവരെല്ലാം കൂടെ ഇങ്ങനെ തിങ്ങിക്കിടന്നത് കൊണ്ടേ ഒരു ബുദ്ധിമുട്ട് കാണും. അതാ ഇത്രയും പേർക്കൊരു അപശ്യത പോലെ കാണുന്നത്. ശ്രീമോൻ എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? മുട്ട വെച്ച മീനാന്ന് തോന്നുന്നു കേട്ടോ ശരിക്കും. ഇതെന്താ മോനെ എല്ലാം അവിടെ ഒരു തടി എടുത്തിട്ടുണ്ട്. നമ്മളാ മീൻ കിടന്ന ഭാഗമില്ലേ, അവിടെ ഒരു നല്ലൊരു തടി, ഒരു റൗണ്ടിലുള്ള ഒരു തടിയുണ്ട്. എടുത്തോണ്ട് വരാമെങ്കിൽ അച്ചാച്ചൻ വരുമ്പം അച്ചാച്ചനെ കൊണ്ട് കത്താളിന് വെട്ടിക്കാം. കുറച്ച് അച്ചാച്ചനെ വിളിച്ചാൽ അച്ചാച്ചൻ കുറച്ച് വെട്ടിത്തരും കത്താളിന്. അപ്പോൾ എനിക്ക് അത് കൊണ്ടുവാ. പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ കത്താൾ വെച്ചൊക്കെ കത്രികയൊന്നും ഇല്ലല്ലോ. കത്താളിന് നല്ല മൂർച്ചയുള്ള കത്തിക്കുമൊക്കെ വെട്ടിയെടുക്കുമായിരുന്നു തടിപ്പുറത്ത് വെച്ച്. ഇപ്പം കത്രിക ഉണ്ടായതുകൊണ്ട് എളുപ്പമാണ്. അപ്പം നമുക്കൊരു ഈ ഒരു ചരുവത്തിലോട്ട് തന്നെ ഇട്ടട്ടെ അങ്ങ് വെട്ടി ചിതമ്പലൊക്കെ കളയാം. ഒന്ന് ഞാൻ ആദ്യം ഇതൊന്ന് ഇതിൻ്റെ പറക്കലും ഞെവിളയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. 1 മണിക്കൂറെങ്കിലും വേണം ഇത്രയും സാധനം വൃത്തിയാക്കി എടുക്കുമ്പോൾ. നമുക്കങ്ങനെ രാവിലത്തേതായതുകൊണ്ട് മഴയും പെയ്യുന്നവരെ കരയ്ക്കുന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലേ എന്തെങ്കിലും ചത്തുപോയാലേ അറിയാൻ പറ്റത്തില്ല. അതുമാത്രം 2 പേടിയാട്ടോ. മഴവെള്ളം ഇറങ്ങി ചെല്ലുമ്പോഴും കോരി ഇട്ടേക്കുന്ന മീനല്ലേ, അപ്പം അതും പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ കഴുത ഇറങ്ങുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എവിടെയോ കുട്ടനുമായിട്ട് ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് തോന്നുന്നത്. ഞാൻ ഇപ്പുറം വന്ന് അടുക്കള നിൽക്കുമ്പോൾ കണ്ടത്തിൽ ഭയങ്കരമായ അനക്കം തൊട്ട് ചെവിലിന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായിരിക്കും എന്ന് വെച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു വല്ല മീൻ വല്ലതും അടിച്ചതായിരിക്കുന്നു. കത്രികയുടെ മൂർച്ചയൊക്കെ പോയി കേട്ടോ. നല്ലൊരു കത്രിക മേടിക്കണം, ഡെയിലി മീൻ കണ്ടിക്കുമല്ലേ. അപ്പം അങ്ങനെ വന്ന് നോക്കി, എൻ്റെ ദേഹത്തൊക്കെ തെറിച്ച് വീഴും കേട്ടോ, നല്ല പണിയാണ്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ 2 പേരിങ്ങനെ കിടക്കുന്നു. മീൻ പിടിക്കുക മുങ്ങി. അപ്പോൾ എന്നെ കണ്ടിട്ട് ഒരു പട്ടി കുരച്ച് വരുന്ന കണക്ക് ബഹളം വെക്കുന്നു കിടന്ന്. കണ്ട, ഇനി ഇതിൻ്റെ ഈ ചെതമ്പലും കളയണം, അകത്തെ കുടല് കളയണം, എന്നിട്ട് തേച്ച് വൃത്തിയാക്കണം. അതാണ് ജോലി. ഏറ്റവും വലിയ മീൻ നോക്കിയാൽ ഞാൻ മുന്നേ എടുക്കുന്നത്. എന്താ പൂച്ചേ? അപ്പുറത്തെ പൂച്ച വന്നു. പൂച്ചേ, സൂസി, ഞാനിവിടെ മീൻ വെട്ടുന്നതിൻ്റെ മണം കേട്ട് വന്നതാട്ടോ. എന്താ സൂസി? ഇപ്പുറത്തൂടെ വാ സൂസി. സൂസിയുടെ വാല് മാത്രം കാണാൻ കേട്ടോ ക്യാമറയിൽ. ശ്രീ അടുത്ത പണിക്ക് പോയി കേട്ടോ, വീശാൻ പോയി. എൻ്റെ കൂടെ നിന്ന്. അപ്പോൾ ഇതിൽ മീൻ പിടിക്കാത്തതിൽ ഭയങ്കരമായ വിഷമമുണ്ട് ആളിന് കേട്ടോ. അവന് വീശാൻ പറ്റുന്നൊരു വലയുണ്ട് കേട്ടോ. അപ്പോൾ ആ വലയുമായിട്ട് പോയിരിക്കുക.
എന്താ സൂസി? സൂസി എന്താ വേണോ? നിനക്ക് തരാൻ പറ്റിയ മീനൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് സൂസി. ഇതിനകത്തുള്ളതേ എല്ലാം വലിയ മീനാ. സൂസിക്ക് തരാൻ വേണ്ടിയുള്ളതൊന്നുമില്ല. ശ്രീമോനെ ഇങ്ങ് വന്നേ. ആ വീശാൻ പോയി എന്തോ മീൻ കിട്ടി കേട്ടോ. അവന് മീൻ പിടിക്കാനും പിടിക്കാനും അറിയാം. പിന്നെ അവനിപ്പം വീശിയാ കൊണ്ടുവന്നേ. എന്ത് മീനാ? വലുതാന്നോ അതാ പൊടിയോ? നിന്നെ ഓടിക്കും കേട്ടോ. നമ്മുടെ കണ്ടത്തി വീശും. അപ്പുറത്തെ തോട്ടിപ്പോയതാ വീശാൻ. അച്ചാച്ചനെ വിളിച്ചോണ്ട് വാ. അച്ചാച്ചൻ എന്നെ സഹായിക്കുമ്പോ. ശ്രീമോനെ മോൻ വിളിച്ചിട്ട് പോ. നോക്കട്ടെ. അയ്യോ പ്രാച്ചി കേട്ടോ. പ്രാച്ചി എന്ന് പറയുന്ന മീന ശ്രീമോൻ പോയി വീശിയതാ കേട്ടോ. വീശി പിടിച്ച അച്ചാച്ചനെ വിളിച്ചിട്ടുണ്ടോ? നല്ല ഈ മീനുണ്ടല്ലോ കരിമീനെ പോലെ തന്നെ നല്ല രുചിയത് ഈ മീനിന്. പച്ചത്തേങ്ങ പിന്നെ വീശാൻ പോ മോനെ പോട്ടാ. അതിനെ പോയി വിളിച്ചുണ്ടോ? അപ്പൊ ശ്രീമോൻ വീശുന്നെന്ന് കാണിക്കാം കേട്ടോ. നല്ല രീതി വീശും. നല്ലതുപോലെ വീശാൻ അറിയാം. കുട്ടൻ്റെ കൂടെ കുട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ നോക്കി കണ്ട് ചെയ്യും. ഒന്നുമില്ല. നൂത്തെടുക്കും. നമ്മൾ ഇത്രയും കണ്ടിച്ചെടുത്തു കേട്ടോ. ഉണ്ടാക്കി ശ്രീമോൻ എന്നെ സഹായിച്ചോണ്ടിരുന്ന ശ്രീമോനാട്ടോ. അപ്പോൾ അവനെ പോയി വീശാൻ പോയി. എല്ലാം കിട്ടി കേട്ടോ. ആദ്യത്തിനകത്തുണ്ട് ഈ ഒരു പ്രാച്ചി കിട്ടിയതാട്ടോ.
ഫസ്റ്റില്. പിന്നെ കിട്ടിയില്ല. വാ ആ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടല്ലയോ? അന്നേരേ മാമൻ പറഞ്ഞ് മല ഉടക്കുമെന്ന്. എടുത്തോണ്ട് പോരെ. ആ ഇനിയിപ്പോൾ ഇതൊന്ന് ചെതമ്പലൊക്കെ കളയാം. ചേട്ടനോട് വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് എളുപ്പമാവും. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടേ. മീനുണ്ട് കേട്ടോ, മീനുണ്ട്. ഇതെടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ചേമ്പൽ എടുത്തു കേട്ടോ. ദേഹത്തെല്ലാം ആവും, കുഴപ്പമില്ല. കുടിക്കാനുള്ളതല്ലേ. അപ്പം ഈ മീൻ വെട്ടുന്നവരോ രാവിലെ മുതൽ വൈകിട്ട് വരെ മീൻ വെട്ടുന്നവരില്ലേ കടപ്പുറത്തൊക്കെ? മീൻ മണം കൊണ്ട് അടുക്കാൻ പോകാൻ പറ്റില്ല. അവരെ സമ്മതിക്കണ്ടേ? അമ്മയത്തും മീൻ വെട്ടുവാണ് ഞാൻ കണ്ടോണ്ടിരിക്കുക. എനിക്ക് മണം വരും എൻ്റെ മേത്ത്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ മീൻമേരുണ്ട് കേട്ടോ. കുറെ ചെറിയ മീനൊക്കെ ഞങ്ങൾ കുളത്തിലിട്ട്. ഇതിപ്പോ ഇതിനകത്ത് ഇടയ്ക്ക് കിടന്നതാ കേട്ടോ, കാണാതെ കിടന്നതാ. വലുതിനിടയ്ക്ക് കിടന്നതാ. അത് നമുക്ക് വറക്കാം. വെള്ളത്തിൽ മറിയാനാ ഈ ഓടുന്നത്. വെള്ളത്തിൽ ഉടുപ്പെടുന്നിടത്ത് പൊരുത്തിട്ടുണ്ടാ. അവൻ വെള്ളത്തിൽ അവനെ ഇത് വല കുരുങ്ങി, വീശുവല. അവൻ പിടിച്ചു അറിഞ്ഞായിരുന്നോ? ഇല്ല. ഒരു പ്രാച്ച് കാണിക്കാൻ ഇവിടെ കിടപ്പുണ്ട്. അമ്മടിക്കല്ലേ മീൻ പിടിക്കാൻ കൂട്ടിനേക്കാൻ ഞാൻ പറഞ്ഞു ഞാന് മീൻ വെട്ടാൻ പോവാ, ഭയങ്കര സഹായത്തിന് ഒരാള് വേണമെന്ന്. പിന്നെ അതേ ചെഴിയൊന്ന് സ്ക്രബ്ബറിന് എന്നിട്ട് ഇനി കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടേ നമ്മുടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഒരുവിധം ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അവരും കൂടെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തോട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്ക്രബ്ബറൊക്കെ വെച്ച് നല്ലപോലെ തേച്ച് കഴുകിയെടുത്ത് ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതൊന്ന് എടുത്ത് ഒരു പാക്ക് ചെയ്ത് നമ്മുടെ ഫ്രീസറിലൊന്ന് വെക്കണം. നാളെ രാവിലെ ഇത് കൊടുത്തയക്കാനുള്ളതാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലൊക്കെ മീൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനിതുപോലെ മീനൊക്കെ പിടിച്ച് കണ്ടിച്ച് ഫ്രഷാക്കി തന്നുവിടാം കേട്ടോ. അപ്പോഴേ നമുക്ക് ഈ കവറിലോട്ട് പാക്ക് ചെയ്ത് വെക്കാം. നാളെ കൊണ്ടുചെല്ലുമ്പം അവിടെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തോട്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാം ഒന്ന് ചെയ്ത് തരണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഒരുവിധം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പറഞ്ഞാൽ മതി, ഞാൻ ഇതുപോലെ തന്നു വിടാം കേട്ടോ. അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.